എല്ലാ കൂട്ടുകാർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 2000 വർഷങ്ങൾക്ക് മുൻപ് മശിഹ ഈ ഭൂമിയിലേക്ക് ഇസ്രായേൽ ദേശത്തിലേക്ക് വന്നു. ആ മശിഹ ഇസ്രായേൽ ദേശത്തുടനീളം സഞ്ചരിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം അറിയിച്ചു. അന്ന് ആ ദേശത്ത് ഉണ്ടായിരുന്ന എല്ലാ മത നേതാക്കന്മാർ എല്ലാവരും മശിഹായെ ശ്രവിച്ചു. യഹൂദ മത നേതാക്കന്മാർ മാത്രമല്ല, യഹൂദ എന്ന ദേശം മുഴുവനും ആ മശിഹായെ കാണുകയും മശിഹായുടെ വാക്കുകൾ കേൾക്കുകയും ചെയ്തു. എന്നാൽ തിരുവചനം ഇപ്രകാരം പറയുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 11-ാം വചനത്തിൽ, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവനോ അവനെ കൈക്കൊണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് യഹൂദന്മാർ വാഗ്ദത്ത മശിഹായെ കർത്താവായ യേശു ക്രിസ്തുവിനെ തിരസ്കരിച്ചു എന്നതിനെക്കുറിച്ച് അനേകം ആളുകൾ ചിന്താകുഴപ്പത്തിലാണ്. അതിൻ്റെ 5 കാരണങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം, അവർ മശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു. പഴയ നിയമത്തിലുള്ള അനേകം മശിഹ പ്രവചനങ്ങളെ മത നേതാക്കന്മാർ തെറ്റായി വ്യാഖ്യാനിച്ചതിനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. മത്തായി 21-ാം അധ്യായം 42-ാം വചനത്തിൽ യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 29-ാം വചനത്തിലും ഇപ്രകാരം പറയുന്നു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ്ക കൊണ്ട് തെറ്റിപ്പോകുന്നു. യഹൂദന്മാർക്ക് തോറയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നിട്ടും അവരുടെ അഹങ്കാരത്താൽ തിരുവചനങ്ങൾ, പ്രത്യേകിച്ച് ദൈവം മുന്നമേ അറിയിച്ച മശിഹ പ്രവചനങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചു. രണ്ടാമത്തെ കാരണം, ക്രിസ്തു ഒരു രാഷ്ട്രീയ നേതാവായി അല്ലെങ്കിൽ രാഷ്ട്രീയ മശിഹ ആയിട്ടല്ല ഈ ഭൂമിയിൽ വന്നത്. യഹൂദന്മാർ റോമൻ സാമ്രാജ്യ ആധിപത്യത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കുന്ന ഒരു ശക്തനായ രാഷ്ട്രീയ മശിഹയ്ക്കാണ് കാത്തിരുന്നത്. എന്നാൽ ക്രിസ്തു വന്നത് ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആയിരുന്നു. അവർക്ക് ക്രിസ്തുവിനെ കണ്ടതും മനസ്സിലായി, ക്രിസ്തുവിന് ഞങ്ങളെ റോമൻ ഭരണത്തിന് കീഴിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവർ ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുൻപായുള്ള ന്യായവിസ്താരത്തിൽ കർത്താവായ യേശു ക്രിസ്തു പീലാത്തോസിനോട് ഇപ്രകാരം പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 36-ാം വചനം, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ എന്നെ യഹൂദരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. മൂന്നാമത്തെ കാരണം നോക്കാം. ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ യഹൂദ മത നേതാക്കന്മാരുടെ പാപങ്ങളെപ്പോലും ചൂണ്ടിക്കാണിച്ചിരുന്നു. ക്രിസ്തുവിനെ കുറ്റം ചുമത്തുവാൻ വന്ന യഹൂദ മത നേതാക്കന്മാരോട് കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 44-ാം വചനം, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകൻ ആയിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ കപടമുഖ നേതാക്കന്മാരുടെ മുഖംമൂടി വലിച്ചു കീറിയത് കൊണ്ട് മത നേതാക്കന്മാർ ക്രിസ്തുവിനെ ശത്രുവായി കണ്ടു, ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു. നാലാമത്തെ കാരണം നോക്കാം. ദൈവവചനത്തിന് എതിരായ മനുഷ്യനിർമ്മിത പാരമ്പര്യങ്ങളെ ക്രിസ്തു അംഗീകരിക്കാത്തത് കൊണ്ട് യഹൂദന്മാർ ക്രിസ്തുവിനെ തിരസ്കരിച്ചു. ഉദാഹരണത്തിന്, കർത്താവായ യേശു ക്രിസ്തു ശബത്തിനെ അതിൻ്റെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ചിരുന്നു. എന്നാൽ ശബത്തിൽ സൗഖ്യമാക്കുന്നതിന് ക്രിസ്തു യഹൂദമത നേതാക്കന്മാരെ പോലെ എതിർത്തിരുന്നില്ല. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വചനങ്ങൾ, അവൻ അവിടെയും വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈവരണ്ട ഒരു മനുഷ്യനെ കണ്ടു. അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളിൽ ഒരുത്തന് ഒരു ആടുണ്ട് എന്നിരിക്കട്ടെ. അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ച് കയറ്റുകയില്ലയോ? എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ!
ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി, അത് മറ്റേതുപോലെ സൗഖ്യമായി. പരീശന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പിപ്പാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. 5-ാമത്തെ കാരണം, ജനങ്ങൾ അവരെ തെറ്റിലേക്ക് നയിച്ച മത നേതാക്കന്മാരെ പിന്തുടർന്നതുകൊണ്ട് അവർ മശിഹായെ തിരസ്കരിച്ചു. ക്രിസ്തു പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 14-ാം വചനം. അവരെ വിടുവിൻ, അവർ കുരുടന്മാരായ വഴികാട്ടികൾ അത്രേ. കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് യഹൂദന്മാരോട് ക്രിസ്തുവിനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ യഹൂദന്മാർ പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 20-ാം വചനം. എന്നാൽ ബറബ്ബാസിനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പിപ്പാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നുവോ അതോ യഹൂദന്മാരെ പോലെ തള്ളിക്കളയുന്നുവോ? തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. അതിനാൽ നമുക്ക് മശിഹായെ സ്വീകരിച്ച് മുന്നോട്ട് പോവാം. അതിനായി ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.